ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തിരികേശം എന്ന് പറയുന്ന ആ മുടിയിൽ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യന് വിശ്വാസമില്ല. അദ്ദേഹം കപടനാണെന്ന് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് രേഖകൾ കൊണ്ട് ഞാൻ സമർത്ഥിക്കും. പണ്ഡിതന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓൺലൈനിലുള്ള ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കരിവാരി തേച്ച ആ പറയുന്ന രാമന്തലിയെ പറ്റി ഒരു വാക്ക് ഉച്ചരിക്കാൻ ഈ മുനാഫിഖായ നൗഷാദിന് സാധിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ നൗഷാദിന് സാധിച്ചോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ തെറ്റിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ എന്റെ കയ്യിൽ നിന്ന് രേഖകൾ കൊണ്ടുപോയെന്നും ആ രേഖകളൊക്കെ പണ്ഡിതന്മാർക്കെതിരെ ഈ സാധുവായ ഞാനിപ്പോ നിഫാഖുള്ള മനുഷ്യനാണല്ലേ നൗഷാദേ, ഇറങ്ങിക്കോ മോനെ, ഇത് ചായക്കൊടി ഇരുത്താൻ പറ്റിയേക്കാം, പക്ഷേ അള്ളാന്റെ ദീന വെച്ചിട്ട് നീയൊക്കെ വിറ്റ് കളിക്കുന്ന കളിയുണ്ടല്ലോ, നടക്കൂലനി. കാരണം ഈ നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്ത വഞ്ചന അത് നമ്മുടെ ഒരു വിഭാഗം പണ്ഡിതന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഈ മനുഷ്യൻ പറഞ്ഞു, ഒറ്റ വാക്യം പറയാൻ, ഇയാളെ കാപട്യത്തിന്റെ വാക്ക്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന്റെയും അതുപോലെ തന്നെ ഓഗസ്റ്റ് 27-ന്റെയും മധ്യത്തിലുള്ള, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 26-ന് രാത്രി സിറാജുൽ ഹുദയിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4:15 വരെ, 10:45 മുതൽ 4:15 വരെ ദീർഘമായ 5 മണിക്കൂർ ഞാനും പേരോട് ഉസ്താദും അടച്ചിട്ട റൂമിൽ സംസാരിച്ച രേഖകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഈ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറായ റാഫിയുടെ അടുക്കൽ റെക്കോർഡ് ചെയ്യുന്ന സാധനം കൊടുത്തയക്കുകയും എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേന്ന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തലിയും ഈ പറയുന്ന സാധുവായ എന്റെ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയ ഈ മുനാഫിക്കായ മനുഷ്യൻ ഈ പേരോട് ഉസ്താദിന്റെ റെക്കോർഡ് ഇവൻ ചെയ്തില്ലേ? മരിക്കണ്ടേ നൗഷാദേ, നിനക്കൊക്കെ മരിക്കണ്ടേ, ഖബറിലേക്ക് പോകണ്ടേ നൗഷാദേ? ഇത് പറയുന്നത് ജിഷാൻ കളവാണെങ്കിൽ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന നൗഷാദിന് അള്ളാന്റെ ഖുർആനിൽ വിശ്വാസമില്ലാന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കളവാണെന്ന് നൗഷാദ് പറയും, നൗഷാദ് പറയുന്ന കളവാണെന്ന് ഞാനും പറയും. ഞാൻ തയ്യാറാണ് ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന്, ഒരു കളവ് പരിശോധന ടെസ്റ്റിന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തലിയും തയ്യാറുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പുറത്തുക. ഈ രേഖകൾ മുഴുവനും SSFകാർക്ക് കൈമാറിയത് മുഹമ്മദ് രാമന്തലി എന്ന് പറയുന്ന വഞ്ചകൻ ഈ പറയുന്ന നൗഷാദിന്റെ സമ്മതത്തോടുകൂടിയാണെന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ തെളിയിക്കും. തയ്യാറുണ്ടെങ്കിൽ നൗഷാദ് ഒരുങ്ങിക്കോ. അതുകൊണ്ട് ശാസ്ത്രീയപരമായ ടെസ്റ്റുകൾക്ക് തയ്യാറുണ്ടോ? വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ, അള്ളാഹ് നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പറയുന്ന നൗഷാദിന്റെ ഡ്രൈവറെ വിട്ടിട്ട് റെക്കോർഡർ എന്റെ കയ്യിൽ എത്തിച്ചിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സംസാരം നീ ചോർത്തണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ വഞ്ചകനായ മനുഷ്യൻ ഇപ്പൊ പറയുന്നു പേരോട് ഉസ്താദിന്റെ അടക്കോ റെക്കോർഡ് ചെയ്ത് പിന്നെ അവന്റെ കഥ എന്താണ്? ഉളുപ്പുണ്ടോ മനുഷ്യ? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പണ്ഡിതൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തിയിട്ട് പാവപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞു തീർക്കുന്ന ഒരു വിഷയം ഈ സമൂഹമൊക്കെ വലിച്ചിട്ട് ആളുകളെ തമ്മിലടിപ്പിച്ചിട്ട് ഈ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ നൗഷാദ് അഹ്സനി നടത്തിയ ഗൂഢാലോചന പറയാനുണ്ട്, ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ റമളാനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ വീട്ടിൽ ഈ പറയുന്ന നൗഷാദ് 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അടച്ചിട്ട റൂമിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1000 കുതിരശക്തിയോടെ പറയുന്നു, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ ചതിച്ചിട്ട് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ 1.5 മണിക്കൂർ ക്ലിപ്പ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ തയ്യാറുണ്ടോ നൗഷാദ്? ഇറങ്ങിക്കോ, നമുക്ക് ടെസ്റ്റ് നടത്താം, ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം. വെല്ലുവിളിയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ മുജാഹിദീങ്ങളെ പറ്റിക്കുന്നത് പോലെ അല്ലെങ്കിൽ സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കണ്ട. എനിക്ക് പറയാനുള്ളത് കണ്ടോ, അപ്പൊ നൗഷാദും ജിഷാൻ നമ്മുടെ സംസാരപ്പത്. അപ്പൊ ജിഷാൻ വന്ന് കളവാണോ വെല്ലുവിളിച്ചോനെ? നീ ഒന്ന് ജിഷാനെ വിളിച്ച നിങ്ങൾ സ്വന്തം ആളല്ലേ, ഇവിടെ മാഹിയിലല്ലേ, ഒന്ന് ചെന്നാ പോലെ കുഴപ്പമുണ്ട്, അത്ര ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് രണ്ടും ക്ലിയറാണ്. അത് കേൾക്കിങ്ങളെ സബൂറാക്കി മുടി കുടിച്ച വെള്ളത്തിന് ആവശ്യം കേൾക്കാനെങ്കിലും വേണ്ടേ? അപ്പൊ ഏതായാലും
റഹ്മത്തുള്ള കാസിമി വെള്ളം വിറ്റ ക്ലിപ്പിട്ട് പേരോട് വെല്ലുവിളിച്ചു, ഇതിന് സനത് കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പഴേ വിവാദം ഉണ്ടായതന്നെ. റഹ്മത്തുള്ള കാസിമി വിറ്റപ്പോ എന്താ പറഞ്ഞത്? വെല്ലുവിളി കൊണ്ട മുടിയാണ്, സനതുള്ള മുടിയാണ്, റഹ്മത്തുള്ള വെറുതെ പറയല്ല. അവിടെ ലത്തീഫിയാണോ ബാക്കിയാത്താണോ അത് പറഞ്ഞിട്ടില്ല. ഇനി വേണ്ട ലത്തീഫിയെ ഉദ്ദേശിച്ചെങ്കിലോ എന്തേ സനത് കൊടുത്തുകൂടെയോ? പേരോട് വെല്ലുവിളിച്ചപ്പോ പേരോട് ക്ലിപ്പിട്ട് വെല്ലുവിളിച്ചു. റഹ്മത്തുള്ള വ്യക്തിയെ കോഴിക്കോട് എവിടെ സനത് കാണിക്കണം എന്ന് റഹ്മത്തുള്ള കാസിമിയെ പേരോട് വെല്ലുവിളിച്ചു. ആ സനത് കാണിച്ചോ? ഇല്ലല്ലോ. അപ്പൊ തൽക്കാലം രക്ഷപ്പെടാൻ എന്ത് പറഞ്ഞു? ബാക്കിയാത്തുള്ള മുടിക്ക് സനത് സംശയമുള്ളതുകൊണ്ട് ആ വെള്ളം കൊടുക്കലില്ല, ലത്തീഫിയിലെ വെള്ളം കൊടുക്കല്. എന്നാ വേണ്ട ലത്തീഫിയെ വെള്ളത്തിന് സനത് കൊടുത്തൂടെ? അതും കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ സംഗതി എല്ലാം കച്ചവടക്കാർ തമ്മിലുള്ള ചില മത്സരങ്ങളാണ് എന്ന് നമുക്കതിന് മനസ്സിലാവുന്നു. ചോദിക്കും. ഒരു വലിയ വിഷയമാകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ വിഷയാവതരണത്തിലുണ്ട്, താജുൽ സലാഹിന്റെ വിഷയാവതരണത്തിലുണ്ട്. നിങ്ങൾ വിശദീകരണം ഒരുപാട്, ഞാൻ ചോദിക്കാത്ത ഭാഗങ്ങൾ ഇങ്ങനെ 8 സമയങ്ങളിൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ചോദ്യകർത്താവ് മാത്രമല്ല കൂടെ എല്ലാവർക്കും സംഗതി ക്ലിയർ ആകണം. നിങ്ങൾ ചോദിക്കുന്ന നിങ്ങൾക്ക് ഇപ്പൊ ലക്ഷ്യം വേറെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾക്ക് പരിപാടി സംഘടിപ്പിച്ചത് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടക്കണമല്ലോ. അൽഹംദുലില്ലാഹ് ഒരു കാര്യം ഈ സദസ്സിനെ സാക്ഷ്യപ്പെടുത്തി പറയാൻ സാധിച്ചു. നിങ്ങൾ ഈ കാണിച്ചത് അത് തട്ടിപ്പാണ് എന്ന് നിങ്ങൾ തന്നെ സമ്മതിച്ചു. ഒന്ന്, നേരത്തെ നിങ്ങൾ വിഷയാവതരണം നടത്തിയപ്പോൾ ഒരു പരാമർശം നിങ്ങൾ നടത്തിയോ? അദ്ദേഹം സനദില്ല എന്ന് പറഞ്ഞത് ലത്തീഫിയിലെ ബാക്കിയാത്തിലെ മുടിനെ കുറിച്ചാണ്. അതേസമയത്ത് കാസിമി പറഞ്ഞത് ലത്തീഫിയിലെ മുടിയെ സംബന്ധിച്ചാണ് സനദ് ഉണ്ട് എന്ന് പറഞ്ഞത് എന്നുള്ള ഒരു അവതരണം നിങ്ങൾ പറയാതെ ഈ ജനങ്ങളെ മുഴുവൻ നിങ്ങൾ കബളിപ്പിച്ചു. ലത്തീഫിയിലെ മുടിയുടെ വെള്ളാണ് ഇതെന്ന് കാസിമി എവിടെ പറഞ്ഞത്? അതെവിടെ പറഞ്ഞത്? അതെ, കാസിമി പറഞ്ഞോ ഇല്ല എന്നുള്ളതല്ല, അത് പറയണം. ലത്തീഫിയിലെ മുടിയുടെ വെള്ളമാണ് ഇതിന് കാസിമി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാൻ പറഞ്ഞുതരാം. എവിടെയാ ഈ വിഷയം വരുന്നത്? കാസിമി പറഞ്ഞു ഈ വെള്ളത്തിന് സനദുണ്ട്, ഈ വെള്ളത്തിന് സനദുണ്ടെന്ന് പറഞ്ഞപ്പോ ഈ കൂടിയ ആളുകളെ കാസിമി പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളാണ് ക്ലിപ്പിട്ടത്. കാസിമി പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങളാണ് സനദിട്ടത്. ആയത്? അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പിനത്. അത് പറഞ്ഞത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പിന്റെ ക്ലിപ്പിട്ടത് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് എന്നാണ്. അതേസമയം അത് നിങ്ങൾ സമ്മതിച്ചോ? ഇല്ല, നിങ്ങൾ കാസിം പറഞ്ഞു കാണിക്കാൻ പറ്റുമോ? ലത്തീഫിയിലെ വെള്ളമാണ് കൊണ്ടുവന്നത് എന്ന് കാസിം പറഞ്ഞിട്ടുണ്ടോ? അതെ, ഉണ്ടെങ്കിലാണ് തട്ടിപ്പ്. പറഞ്ഞത് സുന്നികൾ തമ്മിൽ പറഞ്ഞത് വൈരുദ്ധ്യമായിട്ടാണ് നിങ്ങൾ ഇത് കാണിച്ചത്. അതെ, 100% വൈരുദ്ധ്യമാണ്. സമയങ്ങളിൽ ചോദ്യം ചോദിക്കും. അതെ, വൈരുദ്ധ്യമാകുന്നവിടെയാ. കാസിമി പറഞ്ഞതിനെ എതിർക്കുന്നു കണ്ണാടിപ്പറമ്പ്. എന്ത്? ആ വെള്ളത്തിന് സനദില്ല. അതെ, അപ്പൊ മൂപ്പര് പറഞ്ഞ് സനദില്ല എന്ന് പറഞ്ഞത് ലത്തീഫ് പിന്നെ ബാക്കിയാത്തിലെ മുടിയെ പറ്റിയാണ്. അത് ആര് പറഞ്ഞു? അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പറഞ്ഞതാണ്. സുഹൃത്തിന് നിങ്ങളെ വ്യാഖ്യാനല്ലേ? ക്ലിപ്പിംഗ് ഇവിടെ കേൾപ്പിക്കാം. ആ ക്ലിപ്പ് കേട്ടു, എല്ലാവരും കേട്ടു. ഇനിയും കേൾപ്പിക്കാം. അതായത് റഹ്മത്തുള്ള കാസിം എന്താ? വെല്ലുവിളി കൊണ്ടുവന്ന മുടിയാണ്, സനദുള്ള വെള്ളാണ്, റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല എന്നാണ് പറഞ്ഞത്. അല്ലാതെ ലത്തീഫിന് കൊണ്ട മുടിയാണെന്നല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ പറഞ്ഞ കാര്യമാണ്. കുറച്ചിരിക്കും 2 മിനിറ്റ് ചോദിച്ചാൽ 3 മിനിറ്റിന് ഉത്തരം പറഞ്ഞു കൊടുത്തു. അതായത് റഹ്മത്തുള്ള കാസിം പറഞ്ഞത് ഇത് ലത്തീഫിയിലെ വെള്ളാണ്, സനദുള്ള വെള്ളാണ് എന്നാണെങ്കിൽ ശരി, നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ കാസിം പറഞ്ഞെന്താ? ഇത് വെല്ലുവിളി കൊണ്ട വെള്ളാണ്, സനദുള്ള വെള്ളാണ്, റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഈ ക്ലിപ്പിട്ട് ചോദിച്ചത് ആരാ? ഫൈസൽ മുസ്ലിയാരല്ല ആദ്യം ചോദിച്ചത്, പേരോട് സഖാഫിയെ ചോദിച്ചത്. പേരോട് സഖാഫി ഈ മുടിയെ ഈ കേസുന്നാൾ വിവാദമാക്കിയപ്പോ റഹ്മത്തുള്ള കാസിമിയുടെ കച്ചവടക്കളിൽപ്പെട്ടിട്ട് പേരോട് ചോദിച്ചത്, നിങ്ങൾ വിറ്റ വെള്ളത്തിന്റെ സനദ് എവിടെ കാണണം? അതാ ചോദിച്ചത്. ആ ചോദിച്ച ഉത്തരം മുട്ടിയപ്പോൾ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിൽ ഈ കേസുകൾ സംഘടിപ്പിച്ച സമ്മേളനത്തിലാണ് അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പറഞ്ഞത്, ബാക്കിയാത്തിന് മുടിയുണ്ട്, അതിന്റെ സനദിൽ സംശയമുണ്ട്, അതുകൊണ്ട് ആ വെള്ളം അവിടെ കൊടുക്കാറില്ല, ലത്തീഫിയിലെ വെള്ളമാണ് കൊടുക്കാറുള്ളത്, അതിന് സനദുണ്ട്. അതാണ് സംഭവം. അതിലെന്താ ടിപ്പ്? അത് നമ്മൾ കാണിച്ചില്ലേ? രണ്ടും കാണിച്ചില്ല. അൽഹംദുലില്ലാഹ്, അത്ര ആവശ്യമുള്ളൂ. മുപ്പക്കും ബോധ്യപ്പെട്ടു. അപ്പൊ ഏതായാലും കുടിച്ച വെള്ളത്തിൽ തൗബ ചെയ്യാ. ഇനി ആരെയും കുടിക്കുന്നുണ്ടെങ്കിൽ ഓരോട് കുടിക്കണ്ടെന്ന് പറയും ചെയ്യാ. എന്നാ വിളിക്കും, ഞാൻ അർത്ഥം ചോദിച്ചോട്ടെ.
ആയിക്കോട്ടെ, നിങ്ങൾക്ക് ബോധ്യപ്പെടില്ലല്ലോ. നിങ്ങൾ ബോധ്യപ്പെട്ടാൽ അവിടെ നിങ്ങൾ പോയില്ലേ? ശരി. എൻ്റെ പേര് അബ്ദുൽ ഫത്താർ. ഞങ്ങളെ നിലവിലുള്ള വെളിപ്പെടുത്തലും പുതിയ വിവരങ്ങളും കാന്തപുരം വിഭാഗത്തിൽ ആത്മാർത്ഥതയുള്ളവരുണ്ട് എന്ന പ്രതീക്ഷ പരിഗണിക്കുന്നുണ്ടോ? നിലവിലുള്ള വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കാന്തപുരം വിഭാഗത്തിൽ ആത്മാർത്ഥതയുള്ളവരുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കണമെന്നാണ്. നമ്മൾ ആരെയും മനസ്സും ഹൃദയമൊന്നും മാന്തി നോക്കിയിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ആത്മാർത്ഥതയുള്ള ഒരാളും അപ്പുറത്തില്ല എന്ന് പറയാൻ നമ്മൾ ആളുകളല്ല. കാരണം നമ്മളൊക്കെ ഏത് വിഷയത്തിലും നിലപാട് സ്വീകരിക്കൽ ഹദീസിന്റെയും ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉസാമത്ത് ബിൻ സയ്യിദിനെ വിളിച്ച് പറഞ്ഞത് ആരെയും ഹൃദയം മാന്തി നോക്കണ്ടെന്ന. പക്ഷേ നിലവിലുള്ള വെളിപ്പെടുത്തലുകൾ അങ്ങനെ ഒരു ആത്മാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വെളിപ്പെടുത്തലാണെന്ന് പൂർണ്ണമായി പറയാൻ പറ്റൂല. ഇവിടെ ജിഷാൻ മാഹിയുടെ ക്ലിപ്പിന്റെ എന്താ പറയാ, ബോംബെയില് അയാള് ഹിന്ദിയിൽ സംസാരിച്ചത് ഉറുദുവിൽ സംസാരിച്ചത് ഇട്ടെടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ സുഹൃത്ത് അല്ലേ? യഥാർത്ഥത്തിൽ ജിഷാൻ മാഹി ഇത് മുജാഹിദീങ്ങളെ കയ്യിൽ തരാൻ വേണ്ടി റെക്കോർഡ് ചെയ്തല്ല. അതാ പറഞ്ഞത് അത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തതല്ല. നേരെ മറിച്ച് അയാൾക്ക് സംശയം കുടുങ്ങി. അയാൾ പണ്ട് എങ്ങനെയായിരുന്നു അല്ലേ? അയാൾ ഈ മുടിയോട് ഉള്ള ലൈൻ എന്തായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട്. പണ്ട് ഈ മുടി, ഈ വെള്ളം എങ്ങനെയാണ് അയാൾ കൈകാര്യം ചെയ്തിരുന്നത്? മർക്കസ് നിന്ന് ചാടിയ ടീമിൽ ജിഷാൻ ഉണ്ടായിരുന്നു. 1.5 മീറ്റർ ഉയർത്തി ചാടിയില്ലേ ഉസ്താദ് സനത് വായിച്ചപ്പോ? ആ കൂട്ടത്തിൽ ഇയാളുണ്ടായിട്ടുണ്ട്. അന്ന് ആ കുപ്പി കൊണ്ടുപോയി ആ വെള്ളത്തിൽ എന്ത് ലൈനാണ് അയാൾ സ്വീകരിച്ചതെന്നാണ് പറയേണ്ടത്. അത് ആദ്യം കേൾക്കി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മർക്കസിലൂടെ എല്ലാ റബീഉൽ അവ്വൽ ആദ്യ തിങ്കളാഴ്ചയും മാസം ആദ്യത്തെ തിങ്കളാഴ്ചയും അവിടെ വെച്ച് ഷാറു മുബാറക്ക് മുഖ്യ വെള്ളം കൊടുക്കുക എന്ന പേരിൽ വെള്ളം കൊടുത്തപ്പോ ആ വെള്ളം ഇരു കൈകൾ കൊണ്ടും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഖത്തറിൽ പോലും അതിന്റെ ഒരു കുപ്പി വെള്ളം വെക്കുകയും ആ കുപ്പി വെള്ളം ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ചുംബിച്ചുകൊണ്ട് ആ വെള്ളത്തിന്റെ പാത്രം ചുംബിച്ചുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആരാധി ടീം ഇവിടെ ഉണ്ടാവും. ചിലപ്പോ ഈ പറയുന്ന ആൾക്കാരെ കയ്യിൽ പെട്ടതേക്കരം കൂട്ടരെ ഇസ്തിഗ്ഫാർ നടത്തിക്കളി. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. എല്ലാവരും അവനാന്റെ അടുത്തുള്ളതുകൊണ്ട് അവകാശപ്പെടുകയാണ് അല്ലേ? ഒരിക്കൽ SSFന്റെ പതാകയും പിടിച്ച് കൊടിയും പിടിച്ച് സഹോദര നാളെ പരലോകത്ത് വിചാരണയ്ക്ക് ചെല്ലാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒറ്റക്കൊറ്റക്ക് വരേണ്ടി വരുമെന്നാണത് മറക്കണ്ട. നമ്മൾ നമ്മുടെ ഖബറിലേക്ക് ഇത്തിരിപ്പോന്ന ചാലിലേക്ക് 3 കഷ്ണം തുണിയിൽ 2 ഭാഗത്തും കെട്ടി അങ്ങോട്ട് വെക്കുന്നതോടുകൂടെ കോടിക്കണക്കിന് തൊഴുകിയെത്തുന്ന പുഴുക്കൾ അരിച്ചു തീർന്നിരുന്നെങ്കിൽ നമുക്ക് ഈ ചർച്ചന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, ഒരു മുസ്ലിയാരും കൂട്ടരും ഈ പണിയും കൊണ്ട് നടക്കുമ്പോ അവരുടെ നേതൃത്വത്തിലും മേലുള്ളവർക്കും ഇതിൽ ഒരാത്മാർത്ഥതയുമില്ല എന്നുള്ളത് സത്യമാണ്. കാരണം എന്താ അറിയോ? എല്ലാവർക്കും അറിയാം. ആർക്കൊക്കെ അറിയാം? എല്ലാവർക്കും അറിയാം. പൊന്മളക്കറിയാം, വഹാബ് സഖാഫിക്കറിയാം, എല്ലാവർക്കും അറിയാം. 1-2 മിനിറ്റ് കൊടുക്കും. എല്ലാ ആളുകൾക്കും അറിയാം ഇത് കള്ളത്തരാണ്. ഈ ജിഷാൻ ഇത് ഓരോന്നും കൃത്യമായി വിളിച്ച് സംസാരിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏറൻകുളം സഖാഫി, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാര്, പൊന്നാര മരുമോന് അല്ലേ, വഹാബ് സഖാഫി എല്ലാവർക്കും അറിയാം ഇതിനെ സംബന്ധിച്ച്. കേൾക്കും. കാരണം അന്ന് ആ വിഷയത്തിൽ ഈ പറയുന്ന പാവപ്പെട്ട നൗഷാദ് ഹസീനി അടക്കമുള്ള വഹാബ് സഖാഫി അടക്കമുള്ള ഈ പറയുന്ന പ്രഭാഷകന്മാരെയും പണ്ഡിതന്മാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് കേരളത്തിൽ മഴക്കാലത്ത് പോലും ജൂൺ ജൂലൈ മാസങ്ങളിൽ പോലും 2-3 സ്റ്റേജ് പന്തൽ കെട്ടി താർപ്പായി കെട്ടിക്കൊണ്ട് അവരെ കൊണ്ട് പ്രസംഗിപ്പിച്ചു. ആ പ്രസംഗിപ്പിച്ച് ഈ വിഷയം ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങോളം ഇങ്ങോളം നടത്തി. അപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സുകൊണ്ട് സമാധാനിച്ചു. കാരണം പിന്നീട് പേരോട് ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല. പിന്നീട് പൊന്ന ഉസ്താദ് ഈ വിഷയത്തിൽ ഇറങ്ങിയില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് അപ്പോഴപ്പോഴുള്ള അപ്ഡേഷൻസ്, അപ്പോഴപ്പോഴുള്ള പുതിയ ന്യൂസുകൾ ബഹുമാനപ്പെട്ട കൊളത്തൂർ ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു. കൊളത്തൂർ അലി സക്കാഫി ഉസ്താദുമായി ഞാൻ കൈമാറിയിരുന്നു. ഉസ്താദുമായി വളരെ നല്ല ബന്ധമാണ് എനിക്കുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഏറെങ്കിലും ഉസ്താദ് എനിക്ക് പല വിഷയത്തിലും പിന്നെ വിജ്ഞാനപരമായ പല കാര്യങ്ങൾക്കും ആദ്യ മൗലവിമാരുമായി പല ഖണ്ഡനങ്ങളും പല വിഷയങ്ങൾ നടത്തുന്ന സമയത്ത് ഇന്ന് ഈ ഭാഗത്ത് എവിടെയല്ല എന്ന് ചോദിച്ചാൽ ആ സ്പോട്ടിൽ എനിക്ക് പറഞ്ഞിരുന്ന ബഹുമാനപ്പെട്ട ഏറെങ്കിലും ഉസ്താദിനോടൊക്കെ ഞാൻ ഈ വിഷയം സത്യസന്ധമായി ബോധ്യപ്പെടുത്തിയ സമയത്ത് ഒരാൾ പോലും
നിഷാനെ നീ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞിട്ടില്ല. അത് നിഷാനെ ഇനിയും അവർ പറയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഉലമാക്കൾക്കാർക്ക് ഇതിലൊരു ആത്മാർത്ഥതയില്ല. ഇനിയും ഇഷ്ടം പോലെ ക്ലിപ്സ്, നമുക്ക് ഇനിയും വിഷയങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. ഇവരുടെ മുൻനിര പ്രഭാഷകരൊക്കെ പത്തപ്പെരിയൻ സഖാഫി, ഏലംകുളം സഖാഫി, വഹാബ് സഖാഫി, ഇവരുടെ ഒക്കെ ക്ലിപ്സ് ജിഷാന്റെ കയ്യിലുണ്ട്. ഇവര് വേദി കെട്ടി പ്രസംഗിച്ചപ്പോഴൊക്കെ ഒരാത്മാർത്ഥത ഇല്ലാതെ നൗഷാദ് സഖാഫിന്റെ കേട്ടോളി, അയാളാണ് ഈ വിഷയത്തിൽ ഏറ്റവും അധികം ടൈം എടുത്ത് കാര്യങ്ങൾ ചെയ്തത്. കുറെ മുന്നോട്ട് പോയതിന്റെ ശേഷം 2 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം ഈ ടോക്ക് വ്യാപകമായപ്പോ അല്ലെ, മുഹിബ്ബീങ്ങൾക്ക് മാത്രം കാണിച്ചു കൊടുത്ത കടലാസിലൊന്നും ഇല്ലാന്ന് നാട്ടുകാർക്ക് മനസ്സിലായപ്പോ അദ്ദേഹം ഒരു ദിവസം ഫോൺ ചെയ്യുന്ന ഒരു രീതിയും കാര്യമൊക്കെ പറയുന്നുണ്ട് ഈശാന് കേട്ടോളി. അതിനുശേഷം നൗഷാദ് അഹ്സനിയുമായി, കാരണം ആ ഉള്ള ഒരു 1-2 വർഷം അതിന് മുമ്പ് നൗഷാദ് അഹ്സനിയുമായി വളരെ അടുത്തുകൊണ്ടും ഞാൻ പുലർത്തിയെങ്കിലും ഈ മുടി സംബന്ധമായ വിഷയത്തിൽ നൗഷാദ് അഹ്സനി ഇടപെട്ട അമിതമായ ഇടപെടൽ കാരണം അദ്ദേഹമായുള്ള ആ അടുപ്പം ചെറുതായിട്ടൊന്ന് കുറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വിഷയ സംബന്ധമായി നൗഷാദ് അഹ്സനി എന്നെ വിളിച്ചു. നൗഷാദ് അഹ്സനി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിഷാനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. വഹാബ് സഖാഫി ചോദിച്ചു അതേ ചോദ്യം തന്നെ. ഞാൻ പറഞ്ഞു ഞാനും കേട്ടുസ്താദെ, എന്താണ് അവസ്ഥ? ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദിന്റെ വാദിക്കൽ പോയിട്ടാണ് ഈ വിഷയം പ്രസംഗിച്ചിട്ടുള്ളത്. അപ്പോ എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുക്കുമ്പോ സംഘടന പറയുന്ന മറുപടി കൊടുക്കേണ്ടതാണ്. അപ്പൊ ഞാനൊന്നും മനസ്സിലൊന്ന് ചിരിച്ചു. അപ്പൊ ഉസ്താദ് എന്നോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിച്ചു, സത്യം പറയുക, ഈ മുടികളിൽ 6 മുടി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ശരിയല്ല, എനിക്ക് 18 മുടികളാണ് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ നൗഷാദ് അഹ്സനി ഇതാ വീണ് കിടക്കുന്നു. നൗഷാദ് അഹ്സനി ഉസ്താദാകെ ബോധം കെട്ട ഒരവസ്ഥയിലെ. അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നീ പറഞ്ഞു തരണം, എനിക്കൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു ഉസ്താദെ, നിങ്ങൾ 2 വർഷം മുമ്പ് ചോദിക്കേണ്ട ചോദ്യം ഏതായാലും വളരെ വൈകി, ഞാൻ ഇപ്പോഴെങ്കിലും നമുക്ക് കലാ വീട്ടാം. അപ്പോൾ ഉസ്താദിന്റെ പ്രശ്നം വണ്ടിയിലാണെങ്കിൽ രാമന്തല്ലി, മുഹമ്മദ് രാമന്തല്ലി സാഹിബ് ഉണ്ടാവും. അപ്പൊ രാമന്തല്ലി കേട്ട് കഴിഞ്ഞാൽ രാമന്തല്ലി ഷാരൂഖ് വാറക്കിനെ എതിർക്കുന്ന വിഷയത്തിൽ സംസാരിച്ചു എന്ന് കേട്ടുകഴിഞ്ഞാല് പിന്നെ രാമന്തല്ലി എന്നെ ചിലപ്പോൾ ചവിട്ടി പുറത്താക്കും എന്നൊക്കെയുള്ളൂ. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ഭാര്യയും കുടുംബക്കാരുണ്ടാവും, സ്ഥാപനത്തിലാണെങ്കിൽ കുട്ടികളുണ്ടാവും. ഇത് സംസാരിക്കാൻ ഇടയില്ലാത്ത അവസ്ഥയിൽ ചുരുക്കി പറയട്ടെ മാന്യ സഹോദരന്മാരെ, നൗഷാദ് അഹ്സനി എന്നെ ഒരു ദിവസം രാത്രി 11 മണി ഏകദേശം 11:15 ഇന്ത്യൻ സമയം വിളിച്ചു. എന്നോട് പറഞ്ഞു, എന്റെ വീട്ടുമുറ്റത്ത് കാറിന്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ഡോറൊക്കെ നന്നായിട്ട് ബന്ദ് ചെയ്തിട്ടുണ്ട്, നിഷാൻ എന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ നീ എന്ന് പറയൂ എന്ന് ചോദിച്ചു. അപ്പോ അൽഹംദുലില്ലാഹ് ഏകദേശം 4.5 മണിക്കൂർ ഫോണിലൂടെ ഞാൻ തുടക്കം മുതൽ ചുരുങ്ങിയ രൂപത്തിൽ 4.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതാണ്. ഇപ്പം തന്നെ ഞാൻ പല ഭാഗങ്ങളും വിട്ടിട്ടും ഒഴിവാക്കിയിട്ടാണ് ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഓന് കുറെ പറയണ്ട് അല്ലേ, എന്നാ ഏതൊക്കെ ക്ലിപ്പാ കിട്ടാത്തതെന്നാ? വാപ്പ വീണാലല്ലേ എടുത്തോണ്ട് ആശുപത്രിയിലാക്കാൻ പറ്റുള്ളൂ. ഓൻ ഇട്ടാ സംഗതി വരും, നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളി. ഞങ്ങൾ ഈ വിഷയം വിടുന്നില്ല. ഞങ്ങളെ പ്രവർത്തകർ, കേരളത്തിലെ മുജാഹിദുകൾ ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണങ്ങളും മുന്നേറ്റങ്ങളും തുടരും. ഞങ്ങളെ ബാലവേദി കുട്ടിയടക്കങ്ങളോട് ചോദിക്കും, അല്ല അമ്മൂന്റെ മുടിയാണോ അതല്ല നീ അമ്മായിന്റെ മുടിയാണോ, ആരെ മുടി ഞങ്ങൾ കുടിച്ചത് ചോദിക്കും. ഉറപ്പാ. ഇവിടുത്തെ ഒരു തമാശ എന്താ അറിയോ, ജിഷാൻ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചപ്പോ ജിഷാന്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും ബേസിക് ആയ കാര്യമുണ്ട്, ഇത് പുറത്തേക്ക് കൊടുക്കണ്ട. അത് ജിഷാൻ തന്നെ പറയുന്നുണ്ട്, ഇതൊരിക്കലും പുറത്തേക്ക് കൊടുക്കണ്ട. പക്ഷെ നമ്മളെ ഉലമാക്കളൊക്കെ ബോധ്യപ്പെടുത്തണം. പിന്നെ ഇതെങ്ങനെ പോന്നു? അള്ളാഹുവിന്റെ ദീന് അത് ഹക്കാണ്, അത് ആകാശത്തുനിന്ന് വന്ന മതാണ്. 2 റസൂലുള്ള പ്രവാചകനാണ്, അതുകൊണ്ട് ഇത് പൊളിയണം. അപ്പൊ എന്ത് തരുമോ, ഈ നൗഷാദ് അഹ്സനി രാമന്തളി രണ്ടാളെയും കൂടിയും പടച്ചത് പൊളിക്കാൻ ഏർപ്പാടാക്കി. ജിഷാന്റെ കല്യാണം നാളെയാണെങ്കിൽ ഇന്ന് പന്തല്ല അവിടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ജിഷാൻ അങ്ങനെ തരും. എവിടെ ജിഷാൻ ഒന്ന് കൈയെടുക്കാൻ വേണ്ടി. അപ്പൊ ജിഷാൻ എവിടെ അറിയോ? രാമന്തളിന്റെ ക്യാമറക്ക് മുന്നിലാ. രാമന്തളിന്റെ ക്യാമറക്ക് മുന്നിൽ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പൊന്മള ഉസ്താദിനോട് സംസാരിച്ചു, ഞാൻ അവിടെ സംസാരിച്ചു, നല്ലൊരു പെണ്ണിനെ കിട്ടട്ടെ എന്ന് പേരോട് പ്രാർത്ഥിച്ചിരുന്നു. അല്ലേ, പേരോട് പ്രാർത്ഥിച്ചാൽ പഠിച്ചോ സ്വീകരിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഔസാഫുകൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതുകൊണ്ട്. എന്താണെങ്കിലും ഇവിടെ മൂപ്പരെ കല്യാണം നടന്നു. കല്യാണത്തിന്റെ തൊട്ടു മുമ്പത്തെ ദിവസം മൂപ്പര ഇവിടെ സ്റ്റുഡിയോയില് രാത്രി 2:30-3 മണി വരെ തളർന്ന് കുഴങ്ങി. അവസരം എന്ത് പറയൂ, രാമന്തളിയെ പുറത്താക്കേണ്ട ചില സാഹചര്യങ്ങൾ സംഘടനയിലുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇപ്പോഴും ഭയങ്കര ആത്മാർത്ഥത കാണിച്ച് ചാടുന്ന കുട്ടികളെ യൂട്യൂബിൽ കയറിയിട്ട് ജിഷാൻ മാഹിന്ന് അടിച്ചാൽ മതി, ഇഷ്ടം പോലെ കിട്ടും. ഞങ്ങളെ പരിപാടി നിങ്ങൾ കേൾക്കണ്ട.
യൂട്യൂബ് നിങ്ങൾക്കെതിരെ ശക്തമായ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? യൂട്യൂബിനെ കല്ലെറിയാൻ പറ്റില്ലല്ലോ, നമ്മളെ പീസിന്റെ ചില്ല പൊട്ടുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ വളരെ ക്ലിയർ ആണ് വിഷയം. എന്താ ഈ വിഷയത്തിൽ പിന്നെ അയാളെ പുറത്താക്കാനുണ്ടായ പ്രത്യേക സാഹചര്യം മുതലെടുത്തിട്ട് അയാളെ പുറത്താക്കാനുള്ള കാരണത്തിന് ആദർശവൽക്കരണം കൊടുത്തതാ. ബാക്കി വിശദാംശങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാം. കുറച്ചും കൂടി പണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ക്രമേണ വരും. വിത്ത് മണ്ണിലിട്ടാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അത് മുളക്കാറ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധയിലുണ്ടാവുക. അതുകൊണ്ട് പണ്ഡിതന്മാർക്കാർക്കും ആത്മാർത്ഥത ഇല്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ആത്മാർത്ഥത അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, നരകത്തിലേക്ക് തള്ളിയിടുന്നതിന്റെ മുമ്പ് നരകത്തെ കാക്കുന്ന മലക്കുകൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ലേ? അപ്പൊ പറഞ്ഞെന്തറിയോ? കാലു ബല, വന്നിട്ടുണ്ട്. അത് ജാന നദീർ, മുന്നറിയിപ്പുകാർ വന്നിട്ടുണ്ട്. ഫകദ്ദബിന, ഞങ്ങൾ അവരെ കളവാക്കി. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഇങ്ങനെ മുഖാന്തരം ഞങ്ങൾക്ക് പടച്ചോനൊന്നും തന്നിട്ടില്ല എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞു. എന്നിട്ടോ ആരാ പഴിപ്പിച്ചത്? അവല്ലന, ഞങ്ങളെ പഴിപ്പിച്ചത്. സാദത്തന വകുബ്രാന, ഞങ്ങളെ നേതാക്കന്മാരും മേലാളന്മാരുമാണ് പറ്റിച്ചത്. വേറൊരായത്തിലുള്ളത് എന്താ? അല്ലാഹുവേ അവരെ ഞങ്ങളുടെ കാലിന്റെ താഴെ കൊണ്ടുവാ, അല്ലാഹുവേ അവരെ ഞങ്ങളുടെ കാലിന്റെ താഴെ കൊണ്ടുവാ, ഞങ്ങൾ ഉമ്മ വെക്കാൻ ആഗ്രഹിച്ച മുഖത്ത് കാലുകൊണ്ട് ചവിട്ടി മെതിക്കട്ടെ ഞങ്ങൾ എന്ന് പറയുന്ന ഗതികേട് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് സലഫി പ്രവർത്തകർ കണ്ണൂരിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലത്ത് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് റബ്ബ് പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. കോട്ടക്കലോതി ആയത്തിനെ കുറിച്ച് ഉസ്താദുമാർ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ട്. ക്ലിപ്പ് ഇവിടുന്ന് പുറത്തു വന്നിട്ടില്ല. റബ്ബ് അതിന്റെ ക്ലിപ്പുകൾ പരലോകത്ത് പുറത്തു കൊണ്ടുവരും, പരലോകത്ത് പുറത്തു കൊണ്ടുവരും. ഓരോ സംവാദങ്ങളിൽ നടത്തുന്ന തട്ടിപ്പുകളെ കുറിച്ച് സംവാദം കഴിഞ്ഞ് പലരും പല ഭാഗങ്ങളിലേക്ക് അവരെ വാഹനത്തിൽ പോകുമ്പോൾ അവർ നടത്തുന്ന ഫോൺ സംഭാഷണങ്ങൾ ചെയ്തത് മുഴുവൻ ഹാജരാക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് സുഹൃത്തുക്കളെ, റസൂലുള്ളാഹിനെ അള്ളാഹിനെ അനുസരിച്ചിരുന്നെങ്കിൽ എന്ന് അന്ന് പറയേണ്ടുന്ന ഒരു ഗതിയില്ലാതിരിക്കണമെങ്കിൽ മക്കയിലെ മുശ്രിക്ക് പറഞ്ഞത് നമ്മൾ പറയരുത്. മക്കയിലെ മുശ്രിക്ക് എന്താ പറഞ്ഞത്? അവരോട് അള്ള ഇറക്കിയത് സ്വീകരിക്കണേ എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞത് പൂർവ്വപിതാക്കന്മാരുടെ മാർഗം മതി ഞങ്ങൾക്ക്. ഇവിടുത്തെ ജുമുഅത്ത് പള്ളിയുടെ അങ്കണത്തിൽ കിടക്കണ പാപ്പ ഉത്താരാത്തി ബോധിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നത് സ്വഹാബത്തിന്റെ റൂട്ടല്ല എന്നത് കൂടി എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ്. കാസിം സ്ഥലം തയ്യില് നേരത്തെ CP സൂബിയോട് സംസാരിച്ച പ്രവാചകന്മാരെ അസാറുകൾ ഇല്ല, ഇന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ അല്ലാഹു പറഞ്ഞു മക്കാം ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിം മക്കാം പ്രാർത്ഥന സ്ഥലമാക്കണം. അപ്പോൾ ഇന്ന് സൗദി അറേബ്യയിൽ അത് ഗ്ലാസിൻ്റെ കൂട്ടിലാക്കിയിട്ട് ഇബ്രാഹിം നബി ചവിട്ടിയ കല്ല് അവിടെ ഇന്നും നമ്മൾ അവിടെ പ്രാർത്ഥന സ്ഥലമാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകന്റെ അസാറിൽ പെടൂലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് പ്രവാചകന്റെ ആസാറുകൾ ഇന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ മക്കയിൽ മഖാം ഇബ്രാഹിം ഇപ്പോഴും ഉണ്ടല്ലോ. അത് ഒരു നബിയുടെ കാൽ സ്പർശനമേറ്റ ഒരു ശേഷിപ്പല്ലേ എന്നാണ്. ഇവിടെ പ്രവാചക ശേഷിപ്പുകൾ ഇല്ല എന്ന് പറഞ്ഞതിൽ ഉദ്ദേശിച്ചത് പ്രവാചകന്റെ ശരീരത്തിന്റെ ഭാഗമായി സ്വഹാബത്ത് ഉപയോഗപ്പെടുത്തിയ മുടി, നബിയുടെ വസ്ത്രം, നബിയുടെ കുപ്പായം, നബിയുടെ വടി തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ്. അല്ലാതെ നബി സ്പർശിച്ച ഒന്നും ലോകത്തില്ല എന്നോ നബിയുടെ ഒരു ശേഷിപ്പും ലോകത്തില്ല എന്നോ അല്ല. അത് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ നമുക്ക് ഏൽപ്പിച്ചു തന്ന ഒരു ശേഷിപ്പ് തന്നെയാണ്. വിശുദ്ധ ഖുർആൻ റസൂല് ഈ ഉമ്മത്തിന് ഏൽപ്പിച്ചു തന്നു പോയ ശേഷിപ്പാണ് അതിവിടെയുണ്ട്. അതേപോലെ പല പ്രവാചകന്മാരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട പലതും ലോകത്തുണ്ട്. മഖാം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചവിട്ടിയ കല്ലാണ്, അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ ശേഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുനടക്കുന്ന മുടി, അതേപോലെ നബിയുടെ താടി, ലോകത്ത് പലയിടത്തും അങ്ങനെ ഉണ്ട്. നബിയുടെ താടി എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്തും കാണാൻ കഴിയും. നബിയുടെ പുതപ്പ് ചില സ്ഥലത്ത്, ഈ ഖസ്റജിയുടെ മ്യൂസിയം തന്നെ നമുക്ക് നെറ്റിലൊക്കെ കയറിയാൽ കാണാൻ പറ്റും. ഖസ്റജിയുടെ മ്യൂസിയം
അതിൽ നബിയുടെ പുതപ്പുണ്ട്, നബിയുടെ ചെരുപ്പുണ്ട്, നബിയുടെ വടിയുണ്ട്, ഫാത്തിമ ബീവിന്റെ ചെരുപ്പുണ്ട്, ആയിഷ ബീവിയുടെ മോതിരമുണ്ട്. ഇങ്ങനെ പലതും അതിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് വകുപ്പില്ല എന്നാണ് ഉദ്ദേശിക്കപ്പെട്ടത്. അല്ലാതെ ലോകത്തൊരു നബിയും ഉപയോഗിച്ചതോ ഒരു നബിയും സ്പർശിച്ചതോ ആയ ഒന്നും ലോകത്തില്ല എന്നല്ല. അങ്ങനെ പലതും ലോകത്തുണ്ട്, പല രൂപത്തിലുമുണ്ട്. ഈ നിലയ്ക്ക് നമുക്ക് ബർക്കത്തെടുക്കാൻ പഠിപ്പിക്കപ്പെട്ട പ്രവാചകന്റെ ശരീരവുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾ, ആസാറുകൾ അതില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഒരടിമ വേറെ അടിമയോട് സഹായം തേടൽ ശിർക്കാണോ? സുലൈമാൻ നബി അലൈഹി സ്വലാം ആസിഫ് ബിൻ ബർക്കിയയോട് സഹായം തേടിയിട്ടില്ല, എന്റെ സഹായം കൊടുത്തിട്ടില്ലേ? അത് സുലൈമാൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോടല്ലോ ചോദിച്ചത്. ആസിഫ് ബിൻ ബർക്കിയ സിംഹാസനം, അത് വലിയ ചരിത്രമാണ്, ഷോർട്ടായിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം അദൃശ്യമായ ഇന്റർനെറ്റും കറണ്ടും മറ്റുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ആസിഫ് ബിൻ ബർക്കിയ എന്ന വലിയനോട് സഹായം തേടുകയും പെട്ടെന്ന് ആ സംവിധാനം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആസിഫ് ബിൻ ബർക്കിയ അള്ളാഹിനോട് ചോദിച്ചോ, എന്നോടല്ല ചോദിക്കരുത് എന്ന് പറഞ്ഞില്ല. സുലൈമാൻ നബി ചെയ്ത ശിർക്കാണോ? ഒരിക്കലും ശിർക്കല്ല. ഒരടിമ മറ്റൊരടിമയോട് സഹായം ചോദിച്ചാൽ ശിർക്കാണ്? ഒരിക്കലും അല്ല. എന്നാൽ ശിർക്കാകുന്ന സഹായമുണ്ട്. അതേതാ? റബ്ബിനോട് മാത്രം ചോദിക്കാൻ പഠിപ്പിക്കപ്പെട്ട ചില സഹായങ്ങൾ. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുന്നു. ആ സഹായം ഏത് അടിമയോട് അർത്ഥിച്ചാലും ശിർക്കാണ്. അത് റബ്ബിനോട് മാത്രം അർത്ഥിക്കേണ്ട സഹായമാണ്. എന്നാൽ അടിമയോട് ചോദിക്കാൻ അനുവദിക്കപ്പെട്ട സഹായങ്ങളുണ്ട്. അത് അടിമയോട് ചോദിക്കാം. അനുവദിക്കപ്പെട്ട വഴികളിൽ, അനുവദിക്കപ്പെട്ട രീതികളിൽ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ, അനുവദിക്കപ്പെട്ട ആളുകളോട് ചോദിക്കാം. ഇത് രണ്ടും രണ്ട് സഹായങ്ങളാണ്. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസഫിനോട് സഹായം ആവശ്യപ്പെട്ടതല്ല. കാരണം ആസഫ് എന്ന് പറയുന്ന മനുഷ്യൻ സ്വാലിഹായ മനുഷ്യനാണ് എന്നാണ് തഫ്സീറിൽ കാണുന്നത്. അദ്ദേഹം സുലൈമാൻ നബിയേക്കാൾ സ്ഥാനം കുറഞ്ഞവരാണ്. സുലൈമാൻ നബിക്കാണ് ആസഫിനേക്കാളും സ്ഥാനം. കാരണം സുലൈമാൻ നബി ഇസ്ലാം പ്രവാചകനാണ്. ആസഫ് സുലൈമാൻ നബിയുടെ അനുയായികളിൽപ്പെട്ട ഒരു അനുയായി മാത്രമാണ്. അതുകൊണ്ട് ആസഫിനോട് സുലൈമാൻ നബി സഹായം തേടി എന്ന ആ പരാമർശം ശരിയല്ല. നേരെ മറിച്ച് ഒരു വെല്ലുവിളിയായിട്ടോ ഒരു കൽപ്പനയായിട്ടോ ഒക്കെയാണ് നാം അതിനെ കാണേണ്ടത്. അങ്ങനെയാണ് മുഫസ്സിറുകൾ വിശദീകരിച്ചതും. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തോട്, സദസ്സിനോട് മൊത്തം ചോദിക്കാം. അദ്ദേഹത്തിന് സദസ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, ശൈത്താന്മാരുണ്ട്, പക്ഷികളുണ്ട്, അതേപോലെ മറ്റു പലതുമുണ്ട്. സുലൈമാൻ നബിക്ക് എല്ലാ അധികാരങ്ങളും നൽകപ്പെട്ട ഭരണാധികാരി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആ സദസ്സിനോട് ചോദിക്കുകയാണ്, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. സബയിൽ നിന്ന് ബൽഖീസ് രാജ്ഞി ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സന്നദ്ധയായിട്ടുണ്ട് എന്ന വിവരം കിട്ടുമ്പോൾ അവർ ഇവിടെ എത്തും മുമ്പ് അവരുടെ സിംഹാസനം ഇവിടെ എത്തി അവർക്ക് ഒരു അത്ഭുതം കണ്ട് അവർക്ക് ഒന്നുകൂടെ തന്റെ പ്രവാചകത്വം ബോധ്യമാകണം. അതിന് സുലൈമാൻ നബിയുടെ ചോദ്യം, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഅ്തൂനി മുസ്ലിമീൻ. അവർ എന്റെ പക്കൽ മുസ്ലിമായി വരും മുമ്പ് നിങ്ങളിൽ ആരാണ് അവരുടെ സിംഹാസനം എനിക്ക് കൊണ്ടുവരിക? അത് സ്വാലിഹായ ആസഫിനോടല്ല ചോദ്യം. ആസഫ് അടക്കമുള്ള, ജിന്നടക്കമുള്ള, ശൈത്താന്മാരടക്കമുള്ള, പക്ഷികളടക്കമുള്ള അദ്ദേഹത്തിന്റെ സമൂഹത്തോട്, സൈന്യങ്ങളോട്, അദ്ദേഹത്തിന്റെ ആ സമൂഹത്തോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആര് കൊണ്ടുവരും? ഇതൊരിക്കലും ഒരു സഹായാർത്ഥനയല്ല. ഒന്ന്. മറ്റൊന്ന്, ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഇസ്തിആനത്തും അല്ല. അങ്ങനെ ഈ ചോദ്യത്തിന് മറുപടിയായി ആദ്യം ഒരു ഇഫ്രീത്താണ് പ്രതികരിച്ചത്. ഖാല ഇഫ്രീത്തുൻ മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. ജിന്നിൽ നിന്നുള്ള ഇഫ്രീത്ത്, ഒരു ഖബീസ്, ഒരു വൃത്തികെട്ട ദുഷിച്ചവനായ ഒരു ജിന്ന്, അതാണ് ഇഫ്രീത്ത്, ദുഷിച്ച ഒരു ജിന്ന്. അവൻ പറഞ്ഞു, അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക. താങ്കൾ താങ്കളുടെ സദസ്സിൽ നിന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാം. സുലൈമാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പതിവ്, അദ്ദേഹം രാവിലെ ആരാധനാകർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് പ്രജകളുടെ പരാതികൾ കേൾക്കാനും പരിഹാരം നിർദ്ദേശിക്കാനുമായി അദ്ദേഹം വന്നിരിക്കുന്ന സദസ്സുണ്ട്. ഉച്ചവരെ അദ്ദേഹം ആ അവിടെ ഇരിക്കും. ഉച്ചയോടുകൂടി ആ സദസ്സ് പിരിയും. ഉച്ചയ്ക്ക് ശേഷം മറ്റു ഭരണകാര്യങ്ങളിലേക്കും ആരാധനാ മുറകളിലേക്കും അദ്ദേഹം തിരിയും. അതാണ് സുലൈമാൻ നബിയുടെ പതിവ്. അതാണ് താങ്കളുടെ സദസ്സിൽ നിന്ന് എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം, അത് ഉച്ചയ്ക്ക് ഈ സദസ്സ് പിരിയും മുമ്പ് ഞാൻ എത്തിക്കാം
എങ്ങനെ എത്തിക്കുക? അദൃശ്യമാർഗത്തിലാണോ? ഒരിക്കലുമല്ല. അദൃശ്യമാർഗത്തിൽ ഒരു സംഗതി ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ, ഒരു സൃഷ്ടിക്കും കഴിയില്ല. പിന്നെ എങ്ങനെ ഇവൻ ചെയ്യാമെന്ന് പറഞ്ഞു? ആയത്തിന്റെ ബാക്കി ഭാഗത്തിന്റെ മറുപടിയുണ്ട്. ഞാൻ അതിന് കഴിവുള്ളവനാണ്, ഞാൻ വിശ്വസ്തനുമാണ്. അഥവാ വിലപിടിപ്പുള്ള രത്നങ്ങളും മുത്തുകളും എല്ലാം ഉള്ളതാണ് ആ സിംഹാസനം. അതിനെ കാലത്ത് താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം, ഒന്നും നഷ്ടപ്പെടില്ല. ഞാനതിന് കഴിവുള്ളവനാണ്. എങ്ങനെ കഴിവുണ്ടാകാം? ജിന്നുകൾക്ക് ജിന്നുകളുടേതായ കഴിവുണ്ട്, മനുഷ്യർക്ക് മനുഷ്യരുടേതായ കഴിവുണ്ട്, മലക്കുകൾക്ക് മലക്കുകളുടേതായ കഴിവുണ്ട്. ആ കഴിവൊന്നും അദൃശ്യ കഴിവല്ല. ഒരു പക്ഷെ ജിന്നുകളെ നമ്മൾ കാണുന്നില്ലായിരിക്കാം, മലക്കിനെ നമ്മൾ കാണുന്നില്ലായിരിക്കാം. മലക്കിനെ ഒരു പക്ഷെ ജിന്ന് കാണാം, ചിലപ്പോൾ കാണാതിരിക്കാം. മലക്ക് മനുഷ്യരൂപത്തിൽ വന്നാൽ നമുക്കും കാണാം, ജിന്ന് മനുഷ്യരൂപത്തിൽ വന്നാൽ നമുക്കും കാണാം. സാധാരണഗതിയിൽ നമുക്ക് കാണാൻ വകുപ്പില്ല എന്നു മാത്രം. പക്ഷെ അവരുടെ കഴിവ് അദൃശ്യ കഴിവല്ല. അവൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം, ഞാനതിന് കഴിവുള്ളവനാണ്. അപ്പൊ അവന്റെ കഴിവതാണ്. 1500 കിലോമീറ്ററാണ് സുലൈമാൻ നബിയുടെ നാട്ടിൽ നിന്ന് ബൽഖീസിന്റെ നാട്ടിലേക്ക് സബയിലേക്കുള്ള ദൂരം. ഈ 1500 കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ച് അവിടെ നിന്ന് സിംഹാസനം പൊക്കിയെടുത്ത് തിരിച്ചിവിടെ എത്താൻ അവന് ആവശ്യമുള്ള സമയം ഉച്ചയാകുമ്പോഴുള്ള സമയം. ഉച്ചക്ക് സദസ്സ് പിരിയും. അപ്പൊ താങ്കൾ സദസ്സിൽ എണീക്കും മുമ്പ് ഞാൻ കൊണ്ടുവരാം. അപ്പൊ ഓന്റെ സ്പീഡ് അതാണ് ആ ജിന്നിന്റെ സ്പീഡ്. അപ്പൊ അവൻ പറഞ്ഞു ഒരു മല്ലനാണ്, ഒരു ദുഷിച്ചവനാണ്, ഇഫ്രീത്താണ്. അവൻ പറഞ്ഞു താങ്കൾ ഈ സദസ്സ് പിരിയും മുമ്പ് ഞാൻ കൊണ്ടെത്തിക്കാം. ഓന്റെ കഴിവാണ്. അപ്പൊ സുലൈമാൻ ഇസ്ലാം സ്വീകരിച്ചില്ല, കാരണം അതിനു മുമ്പ് ഇവിടെ എത്തണം. അപ്പോൾ